നമുക്കറിയാം ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടത്, ചന്ദ്രക്ക് മേശക്ക് അഹേന്ദ്രകവും 3 പുരുഷന്മാരെ എരിയുന്ന തീച്ചുളയിലിട്ടത്. സിംഹത്തിന്റെ വായ അടച്ചില്ലേ? തീയുടെ ശക്തിയെ കെടുത്തിയില്ലേ? നോക്കുക, പ്രാർത്ഥിക്കുന്നവൻ, ഉപദേശത്തിൽ നിൽക്കുന്നവൻ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവൻ നിമിത്തം തീ പാതി മടങ്ങ് കത്തിയില്ലേ? സിംഹം പട്ടിണി കിടത്തി അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ഒരു കടിയും ഒരു കുടച്ചിലും കൊണ്ട് ഭക്തനെ തീർക്കാമായിരുന്നു, പക്ഷെ സിംഹം തൊട്ടില്ലല്ലോ. ഒരു തീയുടെ മണം കൊണ്ട് ആ മനുഷ്യരെ 3 പേരെയും കരിക്കട്ടയാക്കാമായിരുന്നല്ലോ, രോമം കത്തിയില്ലല്ലോ. സിംഹത്തിന്റെ വായിൽ നിന്നും എരിയുന്ന തീച്ചുളയിൽ നിന്നും വിടുവിച്ചത് പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നെങ്കിൽ, ഇവിടെ ഇത് പൗലോസിന്റെ മിഷൻ യാത്രയിൽ പലപ്പോഴും സിംഹത്തിന്റെ വായിൽ പൗലോസ് വീണതാ. പക്ഷെ നീറോയുടെ മുമ്പിൽ നിന്നും കർത്താവിനെ രക്ഷിച്ചു. മരണത്തിന്റെ പാശങ്ങളിൽ നിന്നും കർത്താവ് അവനെ രക്ഷിച്ചു. സാത്താന്റെ കയ്യിൽ നിന്നും കർത്താവ് അവനെ രക്ഷിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കൂ, ഏതെല്ലാം നിലയില സിംഹം നിങ്ങൾക്കെതിരെ വാ പിളർന്നു വന്നത്, തീയായി വന്നത്, കടിച്ചു കീറുന്ന സ്വഭാവത്തിൽ, എരിയുന്ന, എരിച്ചു കളയുന്ന, കരിച്ചു കളയുന്ന സ്വഭാവത്തിൽ നമുക്ക് നേരെ കടന്നു വന്നില്ലേ? ആ തീയിൽ നിന്നും സിംഹത്തിന്റെ വായിൽ നിന്നും വിടുവിച്ച് ഭക്തന്മാരെ പുറത്തു കൊണ്ടുവന്നതുപോലെ പൗലോസിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിച്ചില്ലേ? സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചതുപോലെ, മരണത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ, നീറോ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ചതുപോലെ നിങ്ങളെയും വിടുവിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കും, നിങ്ങളുടെ ഭർത്താവിനെ വിടുവിക്കും, നിങ്ങളുടെ ഭാര്യയെ വിടുവിക്കും, നിങ്ങളുടെ ജോലിയെ വിടുവിക്കും. നിങ്ങളുടെ ആയുസ്സിനെ ദൈവം തൊടാൻ ദൈവം അനുവദിക്കുകയില്ല. സിംഹം നിങ്ങളെ കടിച്ചു കീറില്ല, ദൈവം നിങ്ങളെ മാനിക്കും.